ഞാൻ സംശയിച്ചാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇത് ഡെയിലി വെയർ ആയിട്ടോ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. കോട്ട ഫാബ്രിക്, നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയലും നല്ലത്, അതിൻ്റെ ആ ഒരു കളേഴ്സ് ഡിസൈനും ഒക്കെ ചെറിയ കാത്ത ലൈൻസ് പോലത്തെ ചെറിയ ലൈൻ പോലെ ഡിസൈൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ദുപ്പട്ട അതിൻ്റെ അകത്ത് തന്നെ ഇതിൽ ചെറിയ ത്രെഡിൻ്റെ ഡിസൈൻ ഇല്ലേ, ആ ഒരു കോമ്പിനേഷൻ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഇങ്ങനെ താഴത്തോട്ട് ലൈൻ പോലെ തന്നെ അതും ആ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് അടുപ്പിച്ച് കാണിക്കാം. ഇതുപോലെ വരും. കോട്ടൺ കോട്ട പോലത്തെ ഫാബ്രിക് ആട്ടോ. പ്യോർ കോട്ടൺ കോട്ട, ഭയങ്കര കൂടിയ മെറ്റീരിയൽ അല്ല, പക്ഷെ നമുക്ക് 1000 സംതിങ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ നല്ല മെറ്റീരിയൽ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കാണ്. ഇത് റിഫ്യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല, കാണാനും ഒരു സ്റ്റാൻഡേർഡ് ഫീലുള്ള ഐറ്റം ആട്ടോ. ഇത് കണ്ടില്ല, ഇത്രയും നമുക്ക് അടുപ്പിച്ചിടാം. പറന്നു നിൽക്കുന്നതല്ല കേട്ടോ, നന്നായിട്ട് ഒതുങ്ങി കിടക്കും. എൻ്റെ നമ്പർ AF 312, റേറ്റ് 1240. നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതിലും സെയിം രീതിയിൽ ഈ ത്രെഡ് വർക്ക് കണ്ടോ, നിങ്ങൾക്കിത് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഫിനിഷിങ്ങിൽ ത്രെഡ് വർക്ക് ഇങ്ങനെ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡ് ബോർഡർ ആയിട്ടല്ല, മൊത്തം അകത്തോട്ട് വർക്കാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിലും കംപ്ലീറ്റ് ആയിട്ട് ആ ലൈൻ പോലത്തെ ഡിസൈൻ. ബാക്ക് സൈഡിലില്ല, ഫ്രണ്ടിൽ മാത്രമായിട്ട്. നോക്കട്ടെ, ബാക്ക് സൈഡിൽ ഇല്ല കേട്ടോ. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, അത് സെയിം കളർ തന്നെ. നമ്പർ AF 314, റേറ്റ് 1240. അടുത്ത ഷെയ്ഡ് ഇതൊരു പീച്ചും റെഡും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാട്ടോ. തനി പീച്ചല്ല, വന്ന ഭയങ്കര റെഡും അല്ല, അത് രണ്ടും കൂടെ ചേർന്നിട്ട് കിട്ടുന്ന ഒരു കളർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതും നല്ല കേട്ടോ, എല്ലാ ഷെയ്ഡ്സും നല്ല. മെയിനായിട്ട് ഈ ഒരു മെറ്റീരിയൽ കളേഴ്സ് കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, എല്ലാത്തിലും വരുന്ന പോലെ തന്നെ സാറ്റിൻ സിൽക്കാണ്. നമ്പർ AF 315, റേറ്റ് 1240. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു ഗ്രീൻ്റെ ഷെയ്ഡ്, പീച്ചാണ് കോമ്പിനേഷൻ. എപ്പോഴും പറഞ്ഞില്ലേ, ഗ്രീനും പീച്ചും കൂടെ ഭയങ്കര രസമാണ് കോമ്പിനേഷൻ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കംപ്ലീറ്റ് വൈറ്റ് ത്രെഡും ഉണ്ട്, ആ ഒരു പീച്ചിൻ്റെ കോമ്പിനേഷനും ഉണ്ട്. നമ്പർ AF 316, റേറ്റ് 1240. ഒത്തിരി ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് വിശദീകരിക്കാത്ത പെട്ടെന്ന് കാണിച്ചു പോകാം. അടുത്ത ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഇതും നല്ലതാട്ടോ. ആ വർക്കും എല്ലാം കൂടെ വരുമ്പം ദുപ്പട്ടയ്ക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മുടെ സാധാരണ വരുന്ന കോമൺ വരുന്ന ഡിസൈനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കും. ടോപ്പാണെങ്കിലും കൂടിയതിലൊക്കെ വരുന്ന പോലെ ആ ഒരു കാത്താവക്കിൻ്റെ ഡിസൈനൊക്കെ റേറ്റ് കൂടിയതിൽ വരുന്ന ആ രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കുന്നത്. ചൂടെടുക്കുന്ന ഫാബ്രിക് അല്ല കേട്ടോ. നമുക്കിത് കോട്ടൺ ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. നമ്പർ AF 313, റേറ്റ് 1240. നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. ഇപ്പോൾ കൂടുതലും ഇങ്ങനെ കളർ ചാർട്ടൊക്കെ വളരെ നന്നായിട്ട് നോക്കി തന്നെ എല്ലാം ചെയ്യാറ്. അതുകൊണ്ട് നല്ല ഷെയ്ഡ്സ് ആട്ടോ എല്ലാത്തിനും എടുത്തേക്കുന്നത്. കുറേ ഷെയ്ഡ്സ് ഇല്ലായിരുന്നു. ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനും സെയിം തന്നെയാണ് കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ചും പീച്ചും പിങ്കും എല്ലാം അവിടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്ക്. നമ്പർ AF 311, റേറ്റ് 1240.